Hello everyone, Shamir Macmillan, the Chartered Accountant. കഴിഞ്ഞ 10-20 വർഷത്തിന് മേലെയായി കൺസൾട്ടിംഗ് രംഗത്ത് സജീവമായി നിൽക്കുകയും അതുപോലെ നൂറുകണക്കിന് ബിസിനസ്സുകളും അവരുടെ ബിസിനസ്സുകാരുടെ ജീവിതങ്ങളും കണ്ട അനുഭവം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. സാധാരണഗതിയിൽ മനുഷ്യർക്ക് സൈസിനോടൊരു ഭ്രമമുണ്ട്. വലുത് അല്ലെങ്കിൽ കൂടുതൽ എണ്ണം, കൂടുതൽ വലിപ്പം, അതിനോടൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു വാട്ടവർ, അവർക്ക് കൂടുതൽ ബ്രാഞ്ചസും കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസും കൂടുതൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, കൂടുതൽ സെയിൽസ്, ഇവരോടൊക്കെ കുറച്ചുകൂടി നമുക്കൊരു ഉള്ളിലൊരു ബഹുമാനം, ഭയഭക്തി, ബഹുമാനമൊക്കെ ഫീൽ ചെയ്യും. അതനുസരിച്ച് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതും നമ്മളുടെ സൈസിനനുസരിച്ച് ആളുകൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ ആ ഒരു വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികമായി മനുഷ്യൻ്റെ ഒരു നേച്ചറിൽ പെട്ടതാണ്. പക്ഷേ ഇതിൽ വലിയൊരു ട്രാപ്പ് കൂടിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്കും ആ ഒരു ട്രെൻഡിനൊപ്പം പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു സസ്റ്റൈനബിൾ, നല്ല രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇരുന്നായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അത് ഒന്നുകിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആവാം, അതല്ലെങ്കിൽ ബിസിനസ് ഇൻ ദ സെൻസ് സർവീസ് ആവാം, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആവാം. ഈ രണ്ടും ആണെങ്കിലും നമ്മൾ ആ സ്ഥലത്തിരുന്ന് നല്ല രീതിയിൽ അത് ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് കൂടി അത് ചെയ്യാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ മുളയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ശ്രദ്ധ കുറയും. അതല്ലെങ്കിൽ ഇവിടെ ഒരു പൂർണ്ണമായ ഒരു കൺട്രോളിലേക്ക് വന്നിട്ടോ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലൊക്കെ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. ആ സമയത്തായിരിക്കും പുതിയൊരു സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ പുതിയ സ്ഥലം അല്ലെങ്കിൽ പഴയ സ്ഥലം അതൊരു ക്യാഷ് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറി. ക്യാഷ് ഈറ്റിംഗ് കൗ, നിങ്ങളുടെ ക്യാഷ് മൊത്തം തിന്നു തീർക്കുന്ന ഒരു ജീവിയായിട്ട് ആ ഒരു ഇത് മാറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആ സൈസ് വലുതാക്കാനുള്ള ഒരു ത്വര മനുഷ്യ സഹജമാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ഓപ്പറേറ്റ് ചെയ്യുക, പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളിലേക്ക് പോകാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ കുതിര ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കും, പിടിച്ച് വലിച്ചിങ്ങനെ നിർത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അൾട്ടിമേറ്റ്ലി ലോസിലേക്കും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിലേക്കുമാണ് പോവുക. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി കുറച്ച് മൊണോട്ടണസ് ആണ്. അപ്പോൾ അത് അത്ര വലിയ ത്രില്ലിംഗ് ആവില്ല. എസ്പെഷ്യലി കുറച്ചൊരു എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ത്രില്ലിംഗ് ആവില്ല. പുതിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടി ഒരു ത്രില്ല് ഫീൽ ചെയ്യും. ആ ത്രില്ലിന് വേണ്ടി നിങ്ങളുടെ ബിസിനസ്സും വരുമാനമൊന്നും നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ത്രില്ലിന് വേണ്ടി വേറെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യുക. വല്ല കാലിൽ വള്ളി കെട്ടിയിട്ടൊരു പാലത്തിൻ്റെ മേലെ നിന്നൊക്കെ ചാടുക, അല്ലെങ്കിൽ ബഞ്ചി ജമ്പിങ്ങോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ ബിസിനസ്സിനെ അപകടത്തിലാക്കിയിട്ടല്ല ഇത്തരം ത്രില്ലിങ് സംഭവങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ത്രില്ലിന് വേണ്ടി ചെയ്യരുത്. അതേപോലെ തന്നെ പ്രധാനമാണ് ആ ഒരു ഫീല് കിട്ടാനും. ഇത് ഓഫ് കോഴ്സ് നമുക്ക് ബ്രാൻഡിങ് പർപ്പസിനൊക്കെ ആ ഒരു സൈസ് കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആ സൈസിന് അതിൻ്റേതായ റെസ്പെക്റ്റ് കിട്ടും. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പാണ്. നല്ല രീതിയിൽ നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല എഫിഷ്യൻറ്റ് ടീമിനെ ബിൽഡ് ചെയ്ത് നല്ല പ്രോപ്പർ കൺട്രോൾ സിസ്റ്റങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് പക്കായതിനു ശേഷം, നിങ്ങളവിടെ ഇല്ലെങ്കിലും നന്നായിട്ട് ഇത് പോകും എന്നുള്ള ഉറപ്പ് വരുത്തി ആ രീതിയിലുള്ള ടീമിനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയൊരു ഏരിയയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിലേക്കോ കടക്കാൻ പാടുള്ളൂ.